നമുക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പം എൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്കതിൻ്റെ പ്രതികരണം കുറച്ചുകൂടി ഈ മെലോ ഡ്രാമ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീങ് എ സർവൈവർ നമുക്കിത് നിരന്തരം ഈ കള്ളത്തരം ഇങ്ങനെ ഈ മിസ്റ്റർ സിദ്ദിഖ് ഇങ്ങനെ ഓരോ ചാനലിലും വന്നിരിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആകെ അങ്ങ് എന്താ പറയുക, ടു ബി വെരി ഫ്രാങ്ക് ചൊറിഞ്ഞു വരും എന്നുള്ളതാണ് കാര്യം. സത്യം എന്താണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണത് വീണ്ടും അതിനെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി പിന്നെ പറയണമെന്ന് തോന്നിയത്. പിന്നെ ഇതിന് മുന്നേ ആണെങ്കിലും, അതായത് ഇപ്പം കമ്മീഷൻ ഇതിൻ്റെ മുന്നേ ഒരു സമയത്തും ഞാൻ ഇൻഫോം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാനത് റിയാക്ട് ചെയ്തിരുന്നു, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചു, സംസാരിച്ചിരുന്നു. പക്ഷേ അന്ന് ഒരു മാസീവായിട്ടുള്ളൊരു അറ്റാക്കാണ് എല്ലാ സ്പേസിൽ നിന്നും ഉണ്ടായത്. അത് ഒന്നും പറയാനില്ല, അതായത് എല്ലാ സ്പേസും, ഒരു സ്പേസിനെ പോലും മാറ്റി വെക്കാനില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽസിൻ്റെ നിന്നാണെങ്കിലും പിന്നെ ഗ്രൂപ്പ്സിൽ നിന്നാണെങ്കിലും ഒക്കെ. ഇപ്പം പിന്നെ രാഹുൽ ഈശ്വർ കുറച്ച് മുന്നേ എന്തോ ഒരു എന്താ പറയുക, ഒരാളുടെ നെയിം പിന്നെ അബിൽ ദേവ് എന്ന് പറഞ്ഞിട്ട്, അബിൽ ദേവ് എന്തോ എനിക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്തോ പറഞ്ഞു. അതെ അതെ, സൈബർ അറ്റാക്ക് വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങേക്കെതിരെ, അതുമായി ബന്ധപ്പെട്ട്. അല്ല, ഇത് ഇതേ ടൂൾ തന്നെയാണ് അവർ അന്ന് ഉപയോഗിച്ചത്, എന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ ഉപയോഗിച്ചതും അവർ അന്ന് ചെയ്തത് ഇതേ ടൂൾ തന്നെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അധികം വിസിബിലിറ്റി ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്തൊരു കേസാണ്. അതിൻ്റെ മറ്റ് വിഷയങ്ങളെല്ലാം പേഴ്സണലായിട്ട് ഞാൻ ഈവൻ നോർക്ക വഴിയാണെങ്കിലും ലീഗലി ആണെങ്കിലും ഒക്കെ അതിൻ്റെ പല ആസ്പെക്ട്സ് ചിലപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും. ചിലപ്പം ഞാൻ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി, എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, കുറേ റെക്കോർഡ്സും എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട്. എന്തോ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അബിൽ ദേവിനെതിരെ, അബിൽ രേവതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ രാഹുൽ ഈശ്വറിന്റെ അടുത്തും കൂടെ ഒന്ന് പറയുകയാണ്. ഇങ്ങനെ എന്തോ ലാസ്റ്റ് എന്തോ ഇങ്ങനെ പറയുമ്പോൾ പറയണം, തീർച്ചയായിട്ടും പറയണം. ബിക്കോസ് ഞാനത് ഭയങ്കരമായിട്ട് അന്നും ഞാൻ സീക്ക് ചെയ്യുന്ന കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഉന്നയിക്കേണ്ട, എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു അബ്യൂസ് കാര്യമാണല്ലോ. അപ്പം പിന്നെ ഈ അബ്യൂസ് എന്താണ്, അതിൻ്റെ നമ്മൾ അതിലൂടെ അനുഭവിക്കുമ്പം എന്തൊക്കെയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബീങ് എ സർവൈവർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആരെയാണ് ദ്രോഹിച്ചിട്ടുള്ളത് എന്നുള്ളത് ദയവ് ചെയ്ത് പിന്നെ എന്താണ് പിന്നെ ഞാൻ പരാതി കൊടുക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതല്ല നിങ്ങൾ കുറച്ച് നേരത്തിൽ എന്തോ പറയാന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എന്തോ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. താങ്കൾ തന്നെയാണ് സാമ്പത്തിക ആരോപണത്തിന്റെ പേരിൽ പരാതി കൊടുക്കാൻ പറയുന്നതും, ഒരു ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ പരാതി കൊടുക്കാൻ പറയുന്നതും, ഒരു അഭിഭാഷകൻ ഇരുന്ന് ഒരേ തട്ടിൽ തൂക്കി നോക്കുന്നത് വലിയ കൗതുകമുള്ള കാര്യമാണ് ശ്രീ രാഹുൽ ഈശ്വർ. രണ്ടിലും അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ ട്രോമയും ഒക്കെ ഒരേ തരത്തിലാണ് എന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നത് ഞാൻ വലിയ ബഹുമാനത്തോടെ നോക്കിക്കാണുന്നു കേട്ടോ. രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന, സ്ത്രീകൾ ഒരേപോലെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ അങ്ങയോടായിട്ടത് പറഞ്ഞതാണ്. ശരി, ഞാൻ വരാം. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പരാതി വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ സമയമൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. അവർക്ക് എതിരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തിന്റെ കഥ പുറത്തു വരുന്ന സമയത്ത് ആരെയാണോ ഉന്നയിച്ചത് അദ്ദേഹമല്ല ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി വരുന്നത്. ഇപ്പൊ രേവതിക്ക് കിട്ടിയ വിസിബിലിറ്റിയുടെ പേരിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പരാതിയല്ല. അങ്ങനെ ഒരു അബ്യൂസ്, അങ്ങനെ ഒരു സാമ്പത്തിക അതിക്രമം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പരാതിയുമായി വരാം. അദ്ദേഹത്തിന് നേരത്തെ മാധ്യമങ്ങളെ കാണാം, നടി രേവതി സമ്പത്ത് എനിക്കെതിരെ ഇത്തരത്തിൽ ഒരു അതെ. ഞാൻ ചോദിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ സിദ്ദിഖിന്റെ പേരുണ്ടായിരുന്നില്ല. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് രേവതി ഒരു പരാതി ഉന്നയിച്ചത്. പക്ഷെ രേവതിയുടെ പേരെപ്പോൾ മാധ്യമങ്ങളിൽ വന്നോ അപ്പോഴാണ് ഈ പറയുന്ന സാമ്പത്തിക ക്രമക്കേട് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ സമയത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എന്നതിന്റെ ഒരു സമയം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഉന്നയിച്ചിരുന്നു, 14 പേർക്കെതിരെ ഉന്നയിച്ചിരുന്നു. 14 അബിൽ ദേവ് അതിലൊരാളാണ്. അബ്യൂസേഴ്സിന്റെ ഒരു ഒത്തൊരുമൈ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും പറയാനില്ല. അതാണ് അന്ന് ഞാൻ കണ്ടത്. ഇന്ന് ഇത് വരുമ്പോൾ അന്ന് അതെന്നെ ധാരാളം അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി മാറ്റർ എടുത്തിട്ട് വന്നതാണ്. അതിൻ്റെ A to Z എനിക്ക് കൃത്യമായുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ അതെനിക്ക് ലീഗലി കൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനത് ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ശരി രാഹുൽ, ശരി. അല്ല, നമുക്ക് അതിഥികൾ ധാരാളമുണ്ട്, എല്ലാവരിലേക്കും